ശ്രദ്ധേയമായ ഛായാഗ്രാഹകനും ആർക്കിയോളജിക്കൽ ഫോട്ടോഗ്രാഫറുമായ എ മുഹമ്മദിന്റെ ആർക്കിയോളജിക്കൽ ക്യാമറ എന്ന ചിത്ര പ്രദർശനം കേരളത്തിന്റെ പുരാവസ്തു ചരിത്രത്തിന്റെ നേർചിത്രമാക്കുന്ന നിരവധി ചിത്രങ്ങൾ പ്രദർശനത്തിലുണ്ട്. ഫെബ്രുവരി 6 വരെയാണ് പ്രദർശനം. കേരളത്തിന്റെ പുരാവസ്തു ചരിത്രമാണ് ചിത്രങ്ങളാക്കി പ്രദർശനത്തിൽ ഒരുക്കിയിരിക്കുന്നത്. എടയ്ക്കൽ, തൊവാരി, മറയൂർ തുടങ്ങി വിവിധയിടങ്ങളിലെ ശിലാചിത്രങ്ങളും കൊത്തുപണികളും ക്ഷമാപൂർവം പകർത്തിയിട്ടുണ്ട് മുഹമ്മദ് എന്ന ആർക്കിയോളജിക്കൽ ഫോട്ടോഗ്രാഫർ. ഏകദേശം 2007 തൊട്ട് പട്ടണത്ത് നടന്നിട്ടുള്ള എക്സ്കവേഷൻ, അവിടെ നിന്നാണ് ഞാൻ എക്സ്കവേഷൻ ഫോട്ടോഗ്രാഫി തുടങ്ങുന്നത്. അതിനുശേഷം കേരളത്തിൽ നടന്നിട്ടുള്ള എല്ലാ എക്സ്കവേഷനുകളും ഞാനാണ് ഡോക്യുമെൻ്റ് ചെയ്തിട്ടുള്ളത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇത് പലപ്പോഴും ഇതൊരു അക്കാഡമിക് സ്പേസിലാണ് നിൽക്കുന്നത്, അല്ലാതെ ഒരു പൊതുജനങ്ങളുടെ ഇടയിലേക്ക് ഒരിക്കലും ഈ ഇമേജുകൾ വരുന്നില്ല. എനിക്ക് അത്ഭുതം തോന്നിയത്, ഇത് കാണാൻ വരുന്ന ആൾക്കാരുടെ ഇൻട്രാക്ഷൻ എന്ന് പറയുന്നത് ഭയങ്കരമാണ്. അത് മാത്രമല്ല, പലരും ഇപ്പോഴാണ് കേരളത്തിൽ, ഇത് വർഷങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രോസസ്സാണ്, പക്ഷേ പലരും വിചാരിച്ചേക്കുന്നത് കേരളത്തിൽ ഇങ്ങനെയൊന്നും നടക്കുന്നില്ല. ഇത് കണ്ടിട്ടാണ് പറയുന്നത് ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ടോ എന്ന് പലർക്കും ഭയങ്കര അത്ഭുതമായിട്ടാണ് തോന്നിയത്. ആർക്കിയോളജിക്കൽ ക്യാമറ ചിത്ര പ്രദർശനത്തിലാണ് ഭൂമിക്കുള്ളിലെ കാണാക്കാഴ്ചകൾ പ്രദർശനത്തിന് ഒരുങ്ങിയത്. മഹാശിലായുഗ സ്മാരകങ്ങളുടെ ഓർമ്മകൾ, പട്ടണം ഉത്ഖനനത്തിൽ കണ്ടെടുത്ത പുരാവസ്തുക്കൾ എന്നിവയും മുഹമ്മദിന്റെ ക്യാമറ കണ്ണുകൾ ഒപ്പിയെടുത്തിട്ടുണ്ട്. പെയിന്റിംഗിൽ ബിരുദധാരിയായ മുഹമ്മദ് 2006 ഡോക്ടർ വി സെൽവകുമാർ കേരളത്തിലെ മെഗാലിത്തുകളെ ആസ്പദമാക്കി നടത്തിയ ഗവേഷണങ്ങൾ രേഖപ്പെടുത്തുന്നതിനായാണ് ആർക്കിയോളജിക്കൽ ഫോട്ടോഗ്രാഫി രംഗത്തേക്ക് കടന്നത്. 130 ചിത്രങ്ങളാണ് പ്രദർശനത്തിനുള്ളത്. രാജ്യത്തെ ആദ്യ ആർക്കിയോളജിക്കൽ ചിത്ര പ്രദർശനം കൂടിയാണിത്. കേരളത്തിലെ ആർക്കിയോളജിക്കൽ ഫോട്ടോഗ്രാഫിയുടെ വലിയ സാധ്യതകളാണ് മുഹമ്മദിന്റെ ചിത്രങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത്. കോഴിക്കോട് നിന്നും രതീഷ് വാസ്തവൻ, ന്യൂസ് മലയാളം.